കയ്യിൽ നിന്നും പാദങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു എന്ന പേര് പറഞ്ഞിട്ട്, അൺടച്ചബിലിറ്റിയുടെ പേര് പറഞ്ഞിട്ട് തീണ്ടാപ്പാടകളെ മാറ്റി നിർത്തിയ ഈ ഒരു സമൂഹത്തെ ഈ പറയപ്പെട്ട ഏക സിവിൽ കോഡുമായിട്ട് ഇവർക്കൊന്നിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂലല്ലോ. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിഡൻ അജണ്ടയുമായിട്ട് സംഘപരിവാരം കടന്നു വരുമ്പോ രാജ്യത്തിന്റെ സമാധാനത്തെ, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ, ജനങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള മതപ്രബോധനത്തെ തടയിടാൻ വേണ്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്നിട്ട് പൊതുസമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ വാദമാണ് ഏക സിവിൽ കോഡ്. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗം, പാർശ്വവൽക്കൃത വിഭാഗം ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുവാദമാണ് ഏക സിവിൽ കോഡ്. ഇന്ന് മാത്രമാണോ? നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് സാക്കിർ നായിക് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രബോധകനെ UAPA അദ്ദേഹത്തിന്റെ സംഘടനയെ, അദ്ദേഹത്തിന്റെ IRF എന്ന് പറയുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ ഈ ജനാധിപത്യ മതേതരത്വ രാജ്യത്ത് തല്ലിക്കെടുത്തി 5 വർഷത്തേക്ക് നിരോധിച്ചു എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നവരെ തല്ലിക്കൊടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളും രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലകളില് UAPA എന്ന് പറയുന്നതിന് തൊട്ടു വന്ന താടയും കോട്ടയും ഒക്കെ അതൊക്കെ ടെററിസം എന്ന പേരിലാണ് അറിയപ്പെട്ടതെങ്കിൽ, UAPA രാജ്യത്ത് ഏക സിവിൽ കോഡ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മറുഭാഗത്ത് UAPA, എന്താ UAPA? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. കേരളക്കാർക്കും സുപരിചിതമായ UAPA എന്ന് പറയുന്ന കിരാത കളി നിയമം ആരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാം. ഇവിടുത്തെ കേരള സർക്കാരും ഒട്ടും പിന്നിലല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്തിന്റെ ഹിന്ദുത്വ അജണ്ടകള് അത് സംഘപരിവാരം കേന്ദ്രത്തിൽ നടപ്പിലാക്കുമ്പോ കൊച്ചു കേരളത്തിൽ പിണറായി വിജയനും ഇതേ ആശയമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ, കഴിഞ്ഞ ദിവസങ്ങളില് വർഗീയ മതാന്തത പിടിച്ചുകൊണ്ട് വർഗീയ പരാമർശവുമായിട്ട് ശംസുദ്ദീൻ പാലത്തറ എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ SDP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ആദ്യമേ എതിർത്തു. രാജ്യത്തിന്റെ ദേശീയതയ്ക്കെതിരോ അതല്ലെങ്കിൽ രാജ്യത്തെ വ്യത്യസ്ത മതങ്ങള് ഒരു പൂന്തോട്ട